ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഐഷസ് വേൾഡ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ ഡേ. സൺഡേ മാത്രമേ എനിക്ക് ലീവ് ഉള്ളൂ, സാറ്റർഡേ പോലും എനിക്ക് ജോബുണ്ട്. സോ സൺഡേ മാത്രമേ എനിക്ക് ഓഫ് ഡേ ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ സൺഡേ ഒരു ദിവസം നമ്മൾ മെയിനായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ദിവസമാണ്. അലക്കാനുള്ളത് അലക്കാൻ, അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. സോ അപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് ഒരു പപ്പായ കിട്ടി ഗൈസ്. നമ്മുടെ ഈ പപ്പായ കുട്ടനെ കണ്ട് നമ്മൾ ഇന്ന് ഒരു ഫേസ് പാക്ക് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്കൊരു പപ്പായ ഫേഷ്യൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പപ്പായ ഫേഷ്യൽ എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിൻ എങ്ങനെ മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും പപ്പായ കുട്ടൻ അവൈലബിൾ ആണെങ്കിൽ പ്ലീസ് ട്രൈ ഇറ്റ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പം നമ്മുടെ ഈ പപ്പായക്കുട്ടൻ നമ്മൾ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? സോ നമ്മുടെ ഈ സ്കിന്നിനെ നമ്മൾ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൺ ടാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ തരും. ബ്രൈറ്റൻ ചെയ്യാനും ഡെഡ് സ്കിൻസിനെ എക്സ്ഫോളിയേഷൻ ചെയ്ത് കളയാനും ഈ പപ്പായക്കുട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ബ്രൈറ്റ് ആൻഡ് ഗ്ലോവിങ് ആയിട്ടുള്ള ഒരു സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു പപ്പായ ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസ് വാഷാണ്. അതിനുശേഷം ഫേസ് സ്ക്രബ് ചെയ്യണം. അതിനുശേഷം നമ്മളൊന്ന് സ്റ്റീം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫേസ് പാക്കായിട്ടിടും. പിന്നെ നമുക്ക് ടോണർ യൂസ് ചെയ്യാം, പിന്നെ മോയ്സ്ചറൈസർ. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം. സോ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പപ്പായനെ കട്ട് ചെയ്യണം. ഇതാ ഞാൻ പപ്പായയുടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും മാത്രം പപ്പായ മതി. നമുക്ക് ഇതിൻ്റെ സ്ക്രബും ഉണ്ടാക്കണം, ഫേസ് പാക്കും ഉണ്ടാക്കണം. ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. എൻ്റെ ഉള്ളത് കോസ്റ്ററസിൻ്റെ ലോ pH മോർണിംഗ് ജെൽ ക്ലെൻസർ ആണ്. സോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് സ്ക്രബാണ് ഉണ്ടാക്കുന്നത്. ഫേസ് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കപ്പങ്ങ എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഷുഗറാണ് നമുക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇതുപോലെ നമ്മൾ ഷുഗർ ഈ പപ്പായയിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ട് തന്നെ സ്മാഷ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഷുഗറും പപ്പായയാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് നമ്മളൊന്ന് അപ്ലൈ ചെയ്യാം. പപ്പായ ഒരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഷുഗർ കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് നല്ലൊരു സ്ക്രബായിട്ട് തന്നെ അത് ആക്ട് ചെയ്യും. സോ ഡെഡ് സ്കിൻസിനെ നല്ലപോലെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സൺ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാനും ഈവൻ സ്കിൻ ടോണിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പപ്പായ. സോ നിങ്ങൾ പാക്ക് ചെയ്തിട്ടാലും നിങ്ങൾ നെക്ക് അവോയ്ഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നെക്ക് കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇങ്ങനെ നമ്മളൊന്ന് 5 മിനിറ്റ് സ്ക്രബ് ചെയ്യുക. ഫുള്ളൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ഓഫ് ചെയ്ത് കളയാം. സ്ക്രബ് ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരു സെപ്പറേറ്റ് ഫേസ് ടവൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് പാഡ് ഡ്രൈ ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു ഫേസിൽ വന്ന ഒരു ഗ്ലോ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഐ റിയലി ലവ് ഇറ്റ്. ഇനി നമ്മൾ സ്റ്റീം ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫേസ് പാക്ക് ചെയ്യും. ഇനി 5 മിനിറ്റത്തേക്ക് ഫേസ് ഒന്ന് സ്റ്റീം എടുക്കണം. നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാക്ക് ഇടുമ്പോഴത്തേക്കും നമുക്കത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. അങ്ങനെ എന്താ ഗൈസ്, ഞാൻ 5 മിനിറ്റ് സ്റ്റീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ പപ്പായയുടെ പീസസ് എടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ഫേസ് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമണാണ് ഉപയോഗിക്കേണ്ടത്. ലെമൺ 1 ടീസ്പൂൺ ലെമൺ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇതാ ഞാൻ ഇന്നത്തേക്ക് പപ്പായയും ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് കടലമാവും കൂടി ആഡ് ചെയ്തിട്ടൊരു പാക്ക് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവൻ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഒന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്കിന്ന് വാഷ് ചെയ്ത് കളയാം. ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സോ എനിക്ക് പാക്ക് ഇട്ടതിന് ശേഷം എൻ്റെ ഫേസ് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല സ്മൂത്താണ്, നല്ലൊരു ഗ്ലോനെസ് ആൻഡ് സ്മൂത്ത്നെസ് കിട്ടിയതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് പ്ലീസ് ഡു ഷെയർ ചെയ്ത കമൻറ്റ്. ഇതിന് ശേഷം നമുക്കൊരു ടോണറും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ഇനിയൊരു ടോണറും നമ്മളൊരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ആണ് ഗൈസ് എൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പ്ലീസ് നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അപ്പം നെക്സ്റ്റ് വീഡിയോ കയറിയും. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.